വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവിന്റെ ദിവസം വന്നു കഴിഞ്ഞുവെന്ന് സൂചിപ്പിക്കുന്ന പ്രവചനത്താലോ പ്രസംഗത്താലോ ഞങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന ലേഖനത്താലോ നിങ്ങൾ പെട്ടെന്ന് ചഞ്ചലചിത്തരും അസ്വസ്ഥരുമാകരുത്. ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. എന്തെന്നാൽ ആ ദിവസത്തിനു മുൻപ് വിശ്വാസത്യാഗമുണ്ടാവുകയും നാശത്തിന്റെ സന്താനമായ അരാജകത്വത്തിന്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധനാ വിഷയമായിരിക്കുന്നതോ ആയ എല്ലാറ്റിനെയും അവൻ എതിർക്കുകയും അവയ്ക്കുപരി തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. അതുവഴി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിന്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും. ഓർമ്മിക്കുക, ഇരുളിന്റെ തലത്തിൽ നഷ്ടമാകുന്ന വിശ്വാസം. പറുദീസായിൽ സാത്താൻ എടുത്തുപയോഗിച്ച ആയുധം ഒരിക്കൽ കൂടി അവൻ മൂർച്ച കൂട്ടി യുഗാന്ത്യ നാളുകളിൽ രംഗപ്രവേശനം ചെയ്യും. തിന്നരുതെന്നു പറഞ്ഞ കനി നുണയിലൂടെ സാത്താൻ തിന്നാൻ പ്രേരിപ്പിച്ചു. സാത്താൻ ഹവ്വായുടെ ഹൃദയത്തിൽ നിന്ന് ദൈവവിശ്വാസം നീക്കി ദൈവകൽപ്പനയെ സംശയിക്കാൻ പ്രേരിപ്പിച്ചു. യുഗാന്ത്യ നാളുകളിൽ ഈ വിധം മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് വിശ്വാസം നീക്കിക്കളയാൻ സാത്താൻ ശ്രമിക്കും. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? സാത്താൻ ആദ്യം ചെയ്യുന്നത് സഭയിലുള്ള വിശ്വാസം എങ്ങനെ ഇല്ലാതാക്കാം എന്നതായിരിക്കും. വലിയ വിശ്വാസത്യാഗം സംഭവിക്കുമെന്ന മുന്നറിയിപ്പ് പരിശുദ്ധാത്മാവ് പലയിടങ്ങളിൽ പല വ്യക്തികളിലൂടെ നൽകിയിട്ടുണ്ട്. വിശ്വാസ ത്യജിക്കലിനുള്ള ഒന്നാമത്തെ കാരണം വിശ്വാസികൾ നേരിടാനിരിക്കുന്ന പീഡനങ്ങൾ തന്നെയാണ്. ആദിമസഭ നേരിട്ട പീഡനങ്ങളെക്കാൾ കഠോരമായ പീഡനങ്ങളായിരിക്കും യുഗാന്ത്യസഭ നേരിടേണ്ടി വരിക. രണ്ടാമത്തെ കാരണം അബദ്ധ പ്രബോധനങ്ങളുടെയും അത് പ്രചരിപ്പിക്കുന്ന വ്യാജ പ്രവാചകന്മാരുടെയും കടന്നുവരവായിരിക്കും. നന്മയുടെ രൂപം ധരിച്ച് സമാധാന സംസ്ഥാപകനെന്ന നിലയിൽ മാനവികതയെ ഉയർത്തിപ്പിടിക്കുന്നവനായി രംഗപ്രവേശനം ചെയ്യുന്ന വ്യക്തികളും പ്രസ്ഥാനങ്ങളുമായിരിക്കും സഭാവിശ്വാസത്തിൽ നിന്നും അനേകരെ വ്യതിചലിപ്പിക്കുന്നത്. മൂന്നാമത്തെ കാരണം അജപാലകരിൽ പ്രകടമാകുന്ന അധാർമിക ചെയ്തികളായിരിക്കും. മുൻകാലത്തെ വീഴ്ചകളെക്കാൾ ശോചനീയം. സഭയുടെ പരാജയങ്ങളെ ഉയർത്തിക്കാട്ടി സാത്താൻ തന്റെ പദ്ധതി നടപ്പിലാക്കും. വിശുദ്ധ കൂദാശകളെ നിന്ദിക്കാനും കത്തോലിക്ക സഭയെ ഉപേക്ഷിക്കാനും പ്രേരിപ്പിക്കും. സഭ വഴി ലഭിച്ച എല്ലാ നന്മകളെയും വിസ്മരിച്ചുകൊണ്ട് സഭയെ വെറുത്തുപേക്ഷിക്കാനും സാത്താൻ സ്വാധീനം ചെലുത്തും. നാലാമത്തെ കാരണം ധർമ്മം അധർമ്മമായും സത്യം അസത്യമായും ചിത്രീകരിക്കപ്പെടുകയും അസത്യവും അധർമ്മവും വിജയം വരിക്കുകയും ചെയ്യും. വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവം നിഷേധിച്ചിരിക്കുന്ന അനേകം തിന്മകൾ ലോകവും രാഷ്ട്രങ്ങളും അംഗീകരിച്ച് പ്രാബല്യത്തിൽ കൊണ്ടുവരും. തിരുവചനം നമുക്ക് മുന്നറിയിപ്പ് തരുന്നു. ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. ആത്മാവിൽ പടരുന്ന അന്ധകാരത്തിൽ അകപ്പെടാതെ ആത്മാവിൽ പ്രകാശം ജ്വലിക്കും വിധം ഒരുങ്ങുവാനും ഉദാസ ജീവിതത്തിൽ നിന്ന് വ്യതിചലിക്കാതെ സഭ നേടിത്തന്ന ആത്മീയ ദാനങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവിക മക്കളായി ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. സ്നേഹത്തിൻ കതിരുകൾ തൂകി നമ്മിൽ വിശുദ്ധിയേകും അരൂപിയായി. സ്നേഹത്തിൻ കതിരുകൾ തൂകി നമ്മിൽ വിശുദ്ധിയേകും അരൂപിയായി. ഓരിരുൾ നീക്കി വാഴാൻ സതതം വരണേ പരിശുദ്ധാത്മാവേ. സ്നേഹത്തിൻ കതിരുകൾ തൂകി
നമ്മിൽ വിശുദ്ധിയേകും അരൂപിയായി ഓരിരുൾ നീക്കി വാഴാൻ സതതം വരണേ പരിശുദ്ധാത്മാവേ. ജ്ഞാനത്തിൻ നിറവാകൂ അനുതാപത്തിൻ വരമേകൂ വിശ്വാസത്തിൻ നിറവിൽ ഞങ്ങളെ പ്രത്യാശയിൽ നീ നയിക്കൂ. അഗതികൾ തേടും ആശ്രയമായി നീ മനസ്സിൻ മുറിവിൽ ലേപനമായി. അഗതികൾ തേടും ആശ്രയമായി നീ മനസ്സിൻ മുറിവിൽ ലേപനമായി. ഹൃത്തിൻ ശൂന്യത നീക്കൂനാഥ നിറയൂ ജ്വാലകളായി ഞങ്ങളിൽ. ജ്ഞാനത്തിൻ നിറവാകൂ അനുതാപത്തിൻ വരമേകൂ വിശ്വാസത്തിൻ നിറവിൽ ഞങ്ങളെ പ്രത്യാശയിൽ നീ നയിക്കൂ. നേർവഴി ഞങ്ങളെ നയിക്കണമേ നീ നീതിതൻ പാതയിൽ നടത്തണമേ. നേർവഴി ഞങ്ങളെ നയിക്കണമേ നീ നീതിതൻ പാതയിൽ നടത്തണമേ. ജീവിത വീതിയിൽ ഇടറിടും നേരം താങ്ങായി നാഥ വരേണമേ. ജ്ഞാനത്തിൻ നിറവാകൂ അനുതാപത്തിൻ വരമേകൂ വിശ്വാസത്തിൻ നിറവിൽ ഞങ്ങളെ പ്രത്യാശയിൽ നീ നയിക്കൂ. സ്നേഹത്തിൻ കതിരുകൾ തൂകി നമ്മിൽ വിശുദ്ധിയേകും അരൂപിയായി ഓരിരുൾ നീക്കി വാഴാൻ സതതം വരണേ പരിശുദ്ധാത്മാവേ. വരണേ പരിശുദ്ധാത്മാവേ. വരണേ പരിശുദ്ധാത്മാവേ.